എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഒരു പൊന്നിൻ ചിങ്ങാശംസകൾ നേരുന്നു. ചിങ്ങമാസം പിറന്നു. ഇനി അങ്ങോട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പാണ്. ഉത്രാടവും തിരുവോണവും ഒക്കെ ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെയൊക്കെ വീട്ടുപടിക്കൽ എത്തി നമ്മളെ വിളിച്ചുണർത്താൻ കാത്തു നിൽക്കുകയാണ്. അപ്പം ഈ ഒരു പൊന്നിൻ ചിങ്ങമാസത്തിൽ ഏത് കഥ ഇന്നേ ദിവസം ചർച്ച ചെയ്യണം എന്നുള്ള ആശയം മനസ്സിലേക്ക് വന്ന സമയത്ത് മലയാളിയുടെ പ്രതീകമായിട്ടുള്ള, മലയാളിയുടെ നൈർമല്യത്തെ സൂചിപ്പിക്കുന്ന, നമുക്കൊക്കെ പ്രിയപ്പെട്ട തുമ്പപ്പൂവിൻ്റെ കഥയാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുമ്പപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയുടെ തന്നെ ഒരു പ്രതീകമായിട്ട് പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ടല്ലോ അല്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നമ്മൾ പറയാറുള്ളത് തുമ്പപ്പൂ പോലത്തെ ചോറ് എന്നാണ്. പല ആളുകളുടെയും മനസ്സിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് അയാളുടെ മനസ്സ് ഒരു തുമ്പപ്പൂ പോലെയാണ് എന്നാണ്. ഇത്രയധികം വൈശിഷ്യം ഈ ഒരു കുഞ്ഞു പൂവിന് എങ്ങനെ വന്നു എന്നുള്ള ആ കഥ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓണക്കാലത്ത് ഏതൊരു പൂക്കളുണ്ടെങ്കിലും ആ പൂക്കളത്തിൽ പ്രഥമ സ്ഥാനീയം മറ്റേതൊക്കെ പൂക്കളുണ്ടായിട്ടും കാര്യമില്ല, അതിനകത്ത് തുമ്പപ്പൂവിൻ്റെ സാന്നിധ്യം വേണമെന്ന് നിർബന്ധമാണ്. അപ്പം ഇത്രയധികം പ്രാധാന്യം ആ പൂവിന് വന്നതിന് പുറകിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവുമല്ലോ. നിരവധിയായിട്ടുള്ള കഥകളാണ് തുമ്പപ്പൂവിന് പുറകിലുള്ളത്. ഒന്ന്, മഹാബലിയുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാറുണ്ട്. ഈ വിശ്വജിത്ത് എന്ന് വിളിക്കപ്പെടുന്ന യാഗം അദ്ദേഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം പൂജയ്ക്കായിട്ട് കൊണ്ടുവന്ന പൂക്കളൊക്കെ വാടിപ്പോയത്രേ. അദ്ദേഹത്തിന് വലിയ വിഷമായി. യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ഏത് പുഷ്പങ്ങൾ വെച്ച് പൂജിക്കും എന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നത് നമ്മുടെ സ്വന്തം തുമ്പപ്പൂവാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് ഓണക്കാലത്ത് അദ്ദേഹം നമ്മളെ കാണാൻ വരുന്ന സമയത്ത് ആ തുമ്പപ്പൂവിൻ്റെ സാന്നിധ്യം നിർബന്ധമായിട്ടും പൂക്കളത്തിൽ ഉണ്ടാവണം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നൊരു നാടോടി കഥയുണ്ട്. രണ്ടാമത്, സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹം വാമനാവതാരം എടുത്ത് ഒന്നാമത്തെ പാദം കൊണ്ട് ഈ ഭൂമിയെ അളന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാദം എവിടെയാണോ ഭൂമിയിൽ സ്പർശിച്ചത് അവിടെയാണത്രേ ആദ്യമായിട്ട് തുമ്പപ്പൂ ഉണ്ടായത്. അതുകൊണ്ട് വാമനമൂർത്തിക്ക്, തൃക്കാക്കര അപ്പനും ഏറ്റവും പ്രധാനമാണ് തുമ്പപ്പൂവ്. ഇങ്ങനെ ഐതിഹ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് നാടോടി കഥകൾ നമുക്ക് തുമ്പപ്പൂവിനെ കുറിച്ച് കേൾക്കാൻ സാധിക്കും. എന്നാൽ മലയാളികൾക്ക് എന്തുകൊണ്ട് തുമ്പപ്പൂവിന് ഇത്രയധികം പ്രാധാന്യം കൈവന്നു എന്നുള്ളതിന് മറ്റൊരു നാടോടി കഥ കൂടി പറഞ്ഞു പോകാറുണ്ട്. അത് ഓണക്കാലത്തുണ്ടായ ഒരു തർക്കത്തെക്കുറിച്ചാണ്. ഒരു പൂക്കളത്തിലുള്ള ഒരു തർക്കം. പൂക്കളത്തിൽ ഒരുപാട് വലിയ വലിയ പൂക്കളുണ്ടായിരുന്നു. ഓരോ പൂക്കളും അവരവരുടെ കേമത്തം പറയുന്ന ഒരു രംഗമാണ് ആ ഒരു കഥയുടെ പശ്ചാത്തലം. താമരപ്പൂവാണത്രേ ഒത്ത നടുക്കുണ്ടായിരുന്നത്. താമരപ്പൂ പറഞ്ഞു, കണ്ടില്ലേ, ഈ പൂക്കളത്തിൻ്റെ നടുക്ക് ഞാനാണ് ഇരിക്കുന്നത്. സകല ദേവീദേവന്മാരും എന്നെയാണ് ധരിക്കുന്നത്, അല്ലെങ്കിൽ ചില ദേവതകളൊക്കെ ഇരിക്കുന്നത് തന്നെ എൻ്റെ പുറത്താണ്. ഇത്രയധികം വൈശിഷ്യമുള്ള ഞാനാണ് പൂക്കളിൽ ഏറ്റവും കേമൻ എന്ന് അദ്ദേഹത്തിന് തോന്നിയെന്നാണ്. ആ സമയത്ത് സൂര്യകാന്തി പറഞ്ഞത്രേ, സാക്ഷാൽ സൂര്യദേവന്റെ അനുഗ്രഹമുള്ള പൂവാണ് ഞാൻ. സൂര്യനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് തന്നേക്കാൾ കേമൻ ഞാനാണ് എന്നുള്ളൊരു ഭാവം സൂര്യകാന്തിക്ക് ഉണ്ടായിരുന്നതാണ്. ആ സമയത്ത് പനിനീർപ്പൂവ് ഇടപെട്ട് സംസാരിച്ചു അത്രേ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഗന്ധമുണ്ടോ? ആളുകളൊക്കെ എപ്പോഴും ഓടി വരുന്നത് എൻ്റെ അടുത്തോട്ടാണ്. പ്രണയത്തിൻ്റെ അടയാളമായിട്ട് എല്ലാവരും കണക്കാക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെക്കാളൊക്കെ കേമത്തം എനിക്കുണ്ട് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോരോ പുഷ്പങ്ങളായിട്ട് അവരവരുടെ വലിപ്പം പറയുന്ന സമയത്ത് ആ പൂക്കളത്തിൻ്റെ ഒരു ഭാഗത്ത് പാവം നമ്മുടെ തുമ്പപ്പൂവ് ഒന്നും പറയാതെ ഇരിക്കുകയാണെന്നാണ് സങ്കല്പം. സ്വയം തുമ്പപ്പൂ മനസ്സിൽ വിചാരിച്ചു അത്രേ, എനിക്ക് പറയത്തക്ക നിറമില്ല, ഗന്ധമില്ല, ഞാൻ വലിപ്പത്തിലും ചെറുതാണ്, എന്നെയൊക്കെ ആരെങ്കിലും പരിഗണിക്കുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. ആ സമയത്താണ് സാക്ഷാൽ മഹാബലി ചക്രവർത്തി ഈ പൂക്കളം കാണാനായിട്ട് ആ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയത്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കരുണ തോന്നിയത് തുമ്പപ്പൂവിനോടാണ്. ആ തുമ്പപ്പൂവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിനോളം തന്നെ വെളുപ്പ് നിന്റെ ശരീരത്തിനുമുണ്ട്, നിന്റെ മനസ്സിനോളം തന്നെ വലിപ്പവും നിന്റെ ശരീരത്തിനുണ്ട്. ഞാൻ നോക്കിക്കാണുന്നത് അത് മാത്രമാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തുമ്പപ്പൂവേ, അത് നീയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു തുമ്പയെന്നാണ്. അതുകൊണ്ട് തന്നെ തുമ്പപ്പൂവിൻ്റെ മഹാത്മ്യം എത്രത്തോളം പറഞ്ഞാലും തീരില്ല. മലയാളികൾക്ക് വിഷുക്കാലത്ത് എത്രത്തോളം കണിക്കൊന്നയ്ക്ക് പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ ഓണക്കാലത്ത് പ്രാധാന്യമുള്ള പുഷ്പമാണ് ഈ പറയുന്ന തുമ്പ. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള പുഷ്പമാണ്. സംസ്കൃതത്തിൽ
ദ്രോണി പുഷ്പി എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ചെടി ഇന്ന് നമ്മുടെ നാട്ടിൽ എത്രത്തോളം കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന പല അപരാധങ്ങളും തുമ്പപ്പൂവിനെയൊക്കെ പോലുള്ള നൈർമല്യമുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളെ നമ്മളുടെ വീട്ടുമുറ്റത്ത് നിന്ന് ദൂരേക്ക് അകറ്റി നിർത്തുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ തന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ചിങ്ങമാസത്തിൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള തുമ്പപ്പൂക്കളെയൊക്കെ നമുക്ക് മഹാബലി തമ്പുരാനെ പോലെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. ആ തുമ്പപ്പൂവിൻ്റെ നൈർമല്യമുള്ള ഒരു ഓണക്കാലത്തെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വരവേൽക്കാം. മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.